ഗൂഗിൾ മാപ്പിനെക്കുറിച്ച് അറിയാത്തവരായി വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഉണ്ടാകൂ. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. നമുക്ക് എവിടെയെങ്കിലും അത്യാവശ്യം പോകേണ്ടെങ്കിൽ നമുക്കറിയാത്ത സ്ഥലമാണെങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ അടുത്തുള്ള വീട്ടിലെ ആൾക്കാരോടോ അല്ല സുഹൃത്തുക്കളോടോ അങ്ങനെ വഴി ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പോകുന്നത് സാധാരണയായിട്ട്. അവർക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ അവർ മറ്റുള്ളവരോട് ചോദിച്ച് അങ്ങനെയൊക്കെയാണ് നമുക്ക് അറിയാത്ത സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നത്. അതിന് നമുക്ക് മറ്റൊരാളുടെ ആവശ്യമില്ല. ഈ ഗൂഗിൾ മാപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കണം. അധികം മൊബൈലിലും ഇത് ഓൾറെഡി ഉണ്ടാവും. പ്ലേ സ്റ്റോറിൽ നിന്ന് അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് നമ്മൾ പോകേണ്ട സ്ഥലം ഡെസ്റ്റിനേഷൻ ആദ്യം തിരഞ്ഞെടുക്കണം. ആ ഡെസ്റ്റിനേഷൻ നമ്മൾ ഈ ഗൂഗിൾ മാപ്പിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് പോകേണ്ട സ്ഥലം എവിടെയാണെന്ന് നമ്മൾ ആദ്യം ഫസ്റ്റ് സ്പെല്ലിങ് 2-3 സ്പെല്ലിങ് അടിക്കുമ്പോഴൊക്കെ തന്നെ നമുക്ക് കൃത്യമായിട്ട് ഗൂഗിൾ പറഞ്ഞു തരും എവിടെയാണ് പോകേണ്ടത്. ഇപ്പോൾ പയ്യന്നൂർ എന്നുള്ള സ്ഥലത്തേക്കുള്ളതാണ് ഞാനിപ്പോൾ ചെക്ക് ചെയ്യുന്നത്. പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം എന്ന് കണ്ടു. അവിടെയാണ് ഇപ്പോൾ നോക്കുന്നത്. ഇനി അങ്ങനെയുള്ള നമുക്ക് വേണ്ടത് ചെറുവത്തൂർ, പയ്യന്നൂർ എവിടെയാണ് പോകേണ്ടത് ആ പോകേണ്ട സ്ഥലം നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ വന്നാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ വളരെ കറക്റ്റായിട്ട് നമുക്ക് പോകേണ്ട ഇത് ഏറോ മാർക്ക് വരെ വെച്ച് കാണിച്ചു തരും പോകേണ്ട സ്ഥലം. അത് കൃത്യമായിട്ട് ഒരു ബ്ലൂ മാർക്ക് വരും. എത്ര മീറ്റർ കഴിഞ്ഞാലാണ് ലെഫ്റ്റ് പോകേണ്ടത്, എത്ര കിലോമീറ്റർ കഴിഞ്ഞാൽ റൈറ്റ് പോകേണ്ടത്, അതുവരെ കറക്റ്റായിട്ട് ഇരുന്ന് പറഞ്ഞു തരും. നമുക്കിവിടെ വെച്ച് ആ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ശബ്ദം ഒഴിവാക്കാൻ പറ്റും. നാവിഗേഷൻ നമുക്ക് കൃത്യമായിട്ട് കമാൻഡ് വരുമ്പോൾ നമുക്ക് പറയും ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ പറഞ്ഞു തരും. അത് ഓഫാക്കാൻ ആ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഈ ബ്ലൂ മാർക്ക് നമ്മൾ സൂം ചെയ്താൽ ഈ പോകുന്ന വഴി കൃത്യമായിട്ട് ഓരോ സ്ഥലവും നമുക്കറിഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പോകേണ്ട വഴികളിലുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ഈ ബ്ലൂ മാർക്ക് കാണുന്ന ഭാഗം സൂം ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടോ? കോഴിക്കോടേക്കാണ് പോകേണ്ടത്. കോഴിക്കോട് ചേറുട്ടി റോഡാണ് എനിക്ക് പോകേണ്ടത്. ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ കോഴിക്കോട് വന്നു. താഴെ കിടന്ന ഡയറക്ഷൻ എന്നുള്ള സ്ഥലം ക്ലിക്ക് ചെയ്യണം.
അപ്പോൾ നമ്മൾ നിന്ന സ്ഥലത്ത് നിന്നും ചെറുട്ടൂരിലേക്ക് പോകേണ്ട ഡയറക്ഷൻ നമുക്ക് കൃത്യമായിട്ട് എത്ര കിലോമീറ്റർ വേണം, എത്ര ടൈം എടുക്കും അവിടെ എത്താൻ വേണ്ടിയിട്ട്, ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുമോ, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. Head southeast on Alival, Ajacode Road toward Alival Aringkadam Road. അങ്ങനെ പോകും. നമ്മൾ ആരോട് ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കൃത്യമായിട്ട് ഈ മൊബൈൽ ഓൺ ചെയ്ത് വെച്ചിട്ട് നോക്കിയാൽ മതി. നമ്മൾ ഒരാളോട് നമുക്ക് അവിടെ ഈ സ്ഥലം എത്തിയോ എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല. വളരെ കറക്റ്റായിട്ട് നമുക്ക് അവിടെ എത്താണ്ട് പറ്റും. ഇതിലും കൂടുതലായിട്ട് മാപ്പിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഈ വീഡിയോ ലോങ്ങായി പോകുന്നതുകൊണ്ട് ചെയ്യുന്നില്ല. അത് അടുത്ത വീഡിയോയിൽ മാപ്പിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതും ചെയ്യേണ്ടതുണ്ട്. അത് അടുത്ത വീഡിയോയിൽ ഉണ്ടാകുന്നതാണ്. അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ആ വീഡിയോ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയല്ല, നിങ്ങൾ കമൻസ് അയച്ചാൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് വേണമെങ്കിൽ ഓരോ കാര്യങ്ങൾ അയച്ചു തരും. Head southeast on Alival, Ajacode Road toward Alival Aringkadam Road. പറശ്ശിനിക്കടവ് എന്ന സ്ഥലത്തേക്ക് എങ്ങനെയാണ് പോകേണ്ടത്? പറശ്ശിനിക്കടവ് സെർച്ച് ചെയ്താൽ പറശ്ശിനിക്കടവ് ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അവിടെ പറശ്ശിനിക്കടവൊക്കെ പോകേണ്ട വഴി നമുക്ക് കാണിച്ചു തരും. നിങ്ങൾ ഏത് സ്പോട്ടിലാണോ എത്തിയത് ആ സ്ഥലത്ത് നിങ്ങളുടെ ലൊക്കേഷൻ, ലൈവ് ലൊക്കേഷൻ അവിടെ ഉണ്ടാവും. പിന്നെ പോകേണ്ട സ്ഥലം അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരും ചോദിക്കേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ആ സ്ഥലത്തേക്കുള്ള ഡയറക്ഷൻ നിങ്ങൾക്ക് കാണിച്ചു തരും. അതിലൊരു ഏറോ മാർക്ക് വരും. സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഏറോ മാർക്ക് അതുപോലെ പോയി കഴിഞ്ഞാൽ ആരോടും ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് പോകേണ്ട സ്ഥലവും നമ്മളുള്ള സ്ഥലവും നമ്മൾ ക്ലിക്ക് ചെയ്തെടുത്താൽ അത് നമുക്ക് മാറിപ്പോയതെങ്കിൽ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നേരെ തിരിച്ച് നമ്മൾ ടൈപ്പ് ചെയ്ത് നേരെ തിരിച്ച് വരും. നമ്മൾ ആദ്യം എഡിറ്റ് ചെയ്ത് ഡിലീറ്റൊക്കെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് ഇതിനു മുമ്പ് നിങ്ങൾ ഇങ്ങനെയുള്ള മാപ്പിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇനി നിങ്ങൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നിങ്ങൾ മറ്റൊരാളോട് ചോദിച്ച് സമയങ്ങളുടെ ആവശ്യമില്ല. ചില ആൾക്കാർ തെറ്റായ വിവരമാണ് തരിക. ഏത് ലോക്കൽ സ്ഥലമായി കഴിഞ്ഞാലും മാപ്പിൽ പരമാവധി സ്ഥലത്തിനെ പറ്റിയുള്ള കൃത്യമായ ധാരണകൾ മാപ്പ് കാണിച്ചു തരും. അതുകൊണ്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് അവിടേക്ക് പോകാൻ പറ്റും. ഇത് നമ്മൾ പോയ ടൈം ലൈനാണ്. നമുക്ക് ഇതിൽ നിന്ന് ഈ ടൈം ലൈനിൽ നിന്ന് ഓരോ ദിവസം നമ്മൾ എവിടെയൊക്കെ സഞ്ചരിച്ചോ അത് നോക്കിയിട്ട് നമുക്ക് അടുത്ത ദിവസം പോകാൻ പറ്റും ആ സ്ഥലത്തേക്ക്. നമ്മൾ ഒരാഴ്ച മുമ്പേ പോയ സ്ഥലം ഈ ടൈം ലൈനിൽ കൂടി നമ്മൾ നോക്കി മനസ്സിലാക്കിയിട്ട് ഈ ടൈം ലൈൻ വെച്ച് നമുക്ക് വീണ്ടും അതേ സ്ഥലത്ത് തന്നെ പോകാണ്ട് പറ്റും. നമ്മൾ അറിയാത്ത സ്ഥലത്ത് പോവുകയാണെങ്കിൽ ഈ ടൈം ലൈൻ ചെക്ക് ചെയ്താൽ മതി. അവിടെ കൃത്യമായിട്ട് നമ്മൾ പോയ വഴികളൊക്കെ അതിലുണ്ടാവും. നമ്മളുള്ള സ്ഥലം നമുക്ക് മറ്റൊരാൾക്ക് വാട്സപ്പിൽ അയച്ചു കൊടുക്കാൻ പറ്റും. നമ്മൾ എവിടെയാണുള്ളത് എന്ന് വെച്ചാൽ അയാൾക്ക് ഇങ്ങനെ എവിടെയാണ്, ഏത് പോയിൻ്റാണ് അടുത്തുള്ള, പിന്നെ സ്ഥലം ഏതാണ്, അടുത്തുള്ള ഷോപ്പിൻ്റെ പേരെന്താണ്,
അങ്ങനെയൊന്നും അറിയേണ്ട ആവശ്യമില്ല. നമ്മൾ നിൽക്കുന്ന സ്ഥലം ഏതാണെന്ന് വാട്സപ്പ് സെൻഡ് ചെയ്ത് കൊടുത്താൽ ആ മാപ്പ് വെച്ചിട്ട് നമ്മളുള്ള സ്പോട്ടിലേക്ക് നമ്മൾ എവിടേക്ക് പോകുന്നോ ആ സ്പോട്ടൊക്കെ അയാൾക്ക് കാണിച്ചു കൊടുക്കും. ഇതുപോലെ ചെയ്താൽ മതി. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മളെ കറണ്ട് ലൊക്കേഷൻ മാപ്പ് നമ്മൾ ഉള്ള സ്ഥലം നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ എവിടെയാണുള്ളതെന്ന് അറിയണമെങ്കിൽ ഈ കറണ്ട് ലൊക്കേഷൻ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അവിടെ കൃത്യമായിട്ട് നിങ്ങളുള്ള സ്പോട്ട് ഏതാണെന്ന് ആ സ്ഥലം ഏതാണെന്ന് കൃത്യമായിട്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരും. അതിനടുത്തുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ എക്സ്പ്ലോർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അതിനടുത്തുള്ള പ്രധാനപ്പെട്ട ഹോട്ടലുകൾ നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അത് അവിടെ സെർച്ച് ചെയ്യാനും പറ്റും. നിങ്ങളുള്ള കറണ്ട് ലൊക്കേഷൻ വാട്സപ്പിൽ നിങ്ങൾ മറ്റൊരാൾക്ക് സെൻഡ് ചെയ്ത് കൊടുത്താൽ ആ ലൈവ് ലൊക്കേഷൻ നിങ്ങൾ അവിടുന്ന് എവിടെയൊക്കെ മാറിപ്പോകുന്നോ അതൊക്കെ കൃത്യമായിട്ട് ആ അയച്ചു കൊടുത്ത വാട്സപ്പിൽ അയച്ചു കൊടുത്ത ആൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അയാൾ അവിടുന്ന് ഡയറക്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ പോകുന്ന വഴിയിലൊക്കെ അയാൾക്ക് നിങ്ങൾ നോക്കി വരാൻ പറ്റും. നിങ്ങളോട് വിളിച്ച് നിങ്ങൾ എവിടെ എത്തിയെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ആ ബ്ലൂ മാർക്ക് എവിടെയൊക്കെ പോകുന്നു അതൊക്കെ അയാൾക്ക് കാണാൻ വേണ്ടി പറ്റും. അത് എത്ര സമയം വരെ വേണം എന്നുള്ളത് നമ്മൾ അതിൽ ടൈം അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്, അവിടെ ചെയ്താൽ മതി. ഇത് നിങ്ങളുടെ ഏതെങ്കിലും സ്ഥാപനമോ ഏരിയയോ ഏതെങ്കിലും ഒരു സ്ഥലമോ ഉണ്ടെങ്കിൽ അത് മാപ്പിൽ എങ്ങനെയാണ് അടയാളപ്പെടുത്തുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഒരു പേര് കൊടുക്കുക, എന്ന സ്ഥലത്തിൻ്റെ പേര് വേണമെങ്കിൽ കൊടുക്കുക. നിങ്ങളുടെ ഷോപ്പ് ഉണ്ടെങ്കിൽ ഷോപ്പിൻ്റെ പേര് അല്ലെങ്കിൽ എന്താണോ ആ പേര് അവിടെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും.
നിങ്ങളുടെ ലൊക്കേഷൻ ഇതുപോലെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം.